ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ബട്ടർനട്ട് കേക്കേഴ്സ്. ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. എൻ്റെ ചേച്ചിയുടെ ഒരു സ്മോൾ ബിസിനസ്സാണ് ഈ ബട്ടർനട്ട് കേക്കേഴ്സ്. ആക്ച്വലി ഞങ്ങൾ ആദ്യമേ പഞ്ച് പാട്ടൊക്കെ കയറ്റി വീഡിയോ എഡിറ്റാക്കി പോസ്റ്റ് ചെയ്തതാണ്. പക്ഷേ അത് കോപ്പിറൈറ്റ് അടിച്ചു. അതുകൊണ്ട് വോയിസ് ഓവർ കൊടുക്കാൻ താല്പര്യമില്ലാതെ ഞാനിപ്പോൾ വോയിസ് ഓവർ ചെയ്യാൻ തീരുമാനിച്ചു. ഓൺ വോയിസ് ചെയ്യാൻ മടിയായിരുന്നു, പിന്നെ വേറെ വഴിയൊന്നുമില്ല. അപ്പോൾ കേക്കിനെ പറ്റി പറയാം. ഈ കേക്ക് നമ്മുടെ ട്രെൻഡിങ് ആയിട്ടുള്ള കുനാഫ പിസ്താച്ചിയോ കേക്കാണ്. ഓർഡർ തന്നത് എൻ്റെ കോളേജിൽ പഠിക്കുന്ന ഒരു സീനിയർ ചേച്ചിയായിരുന്നു. ചേച്ചി ആദ്യമായിട്ടാണ് ചേച്ചിയുടെ ഫ്രണ്ടിന് വേണ്ടി ബ്രൈറ്റ് ടു ബിക്ക് വേണ്ടി കേക്ക് വേണമെന്ന് പറഞ്ഞിട്ടാണ് ചേച്ചി ഫസ്റ്റ് ഓർഡർ എനിക്ക് തന്നത്. അപ്പോൾ അതുവഴി ചേച്ചിയുടെ കുറേ ഓർഡേഴ്സ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഈ കേക്കിലേക്ക് എത്താനും വേറൊരു കാരണമുണ്ട്. ഈ ജോവാൻസ് റെയിൻബോ കേക്കായിരുന്നു ചേച്ചിയോട് ആദ്യം ചോദിച്ചിട്ടുണ്ടായത്. പക്ഷേ സ്ട്രോബെറിയുടെ സീസണൊക്കെ അപ്പോഴത്തേക്കും കഴിഞ്ഞിട്ടായി. അപ്പോൾ ക്രഷ് യൂസ് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ ചെയ്യാമായിരുന്നു. ബട്ട് ഫ്രഷ് ഫ്രൂട്ട്സ് യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ടേസ്റ്റ് ഒന്നും ക്രഷ് യൂസ് ചെയ്യുമ്പോൾ കിട്ടത്തില്ല. അതുകൊണ്ട് സ്ട്രോബെറിക്ക് വേണ്ടി തപ്പി A1 ഫ്രൂട്ട്സ് ഗോഡൗണിൻ്റെ അവിടെ വരെ ഞാൻ എത്തി. പക്ഷേ അവിടെയും കിട്ടിയില്ല. ഫൈനലി ചേച്ചി കുനാഫ കേക്കിലേക്കാണ് എത്തിയത്. പക്ഷേ അവിടെയും കിട്ടിയിട്ട് പിസ്താച്ചിയോടെ ക്രീം കിട്ടാനില്ല. അതിനും കുറേ കടകൾ കയറി ഇറങ്ങി. പിന്നെ ചേച്ചി അത്ര ആഗ്രഹിച്ച് ചോദിച്ചതായതുകൊണ്ട് പിസ്താച്ചിയോ ക്രീം ഞാൻ തന്നെ ഉണ്ടാക്കാൻ തീരുമാനിച്ചു. പിസ്താച്ചിയോടെ ക്രീം അതേ ടേസ്റ്റ് തന്നെ കിട്ടുമെന്നുള്ള നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ സാധനം അതുപോലെ തന്നെ കിട്ടി. പോരാത്തിന് ചേച്ചി കാണിച്ചു തന്നത് സ്ക്വയർ ഷേപ്പിലായിട്ടുള്ള കേക്കിൻ്റെ ഡിസൈനായിരുന്നു കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ചേച്ചിക്ക് വേണ്ടത് റൗണ്ട് ഷേപ്പായിരുന്നു. പക്ഷേ റൗണ്ട് ആകുമ്പോഴത്തേക്കും അങ്ങനെ തന്നെ കിട്ടുമോ എന്നുള്ള ടെൻഷൻ ഉണ്ടായിരുന്നു. ഫൈനലി എനിക്കത് കറക്റ്റായിട്ട് തന്നെ കിട്ടി. എന്നാലും ഇവിടെ എന്തൊക്കെയോ വളച്ചുകളൊക്കെ ഉണ്ട്. ബട്ട് ചേച്ചി സാറ്റിസ്ഫൈഡ് ആയിരുന്നു കേട്ടോ. എപ്പോഴും തരുന്ന പോലെ തന്നെ നല്ലൊരു ഫീഡ്ബാക്കും ആൾ തന്നിട്ടുണ്ടായി. അത് കേൾക്കുമ്പോൾ തന്നെ ഒരു സാറ്റിസ്ഫാക്ഷൻ ലെവലുണ്ട്, ഒരു പ്രത്യേക ഒരു ഹാപ്പിനെസ്. അപ്പോൾ കുനാഫ കേക്ക് എല്ലാവരും ഇട്ട് കഴിഞ്ഞ വീഡിയോ ആണ്. പക്ഷേ ഒരു ഹോം ബേക്കർ എന്ന നിലയ്ക്ക് അവരുണ്ടാക്കുന്ന ഓരോ കേക്കിനും അവർക്ക് നല്ല സ്പെഷ്യലാണ്. പിന്നെ എടുത്തു പറയാനുള്ള കാര്യം, ചേച്ചിയുടെ ഓർഡർ തരുമ്പോഴും ചെറിയ ഒരു റെഫറൻസ് മാത്രം തന്നിട്ട് ബാക്കി നിൻ്റെ ഐഡിയ ചെയ്തോളാനാണ് പറയാറ്. അത്രയും വിശ്വാസത്തോടെ ഓരോ ഓർഡറും തരുന്നതിന് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. എൻ്റെ സ്പെഷ്യൽ കസ്റ്റമർ കൂടെയാണ് ഈ ചേച്ചി എന്ന് പറയുന്നത്. കാരണം സ്ഥിരമായിട്ട് ഓർഡർ തരുന്നവരിൽ ഒരാളാണ്. പിന്നെ ഓരോ കേക്കിനും വെറൈറ്റി പിടിക്കുന്ന ഒരാൾ ഇതുകൊണ്ട് തന്നെ എൻ്റെയും കുറേ വെറൈറ്റി കേക്കിൽ കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്. അങ്ങനെയുള്ളവരാണല്ലോ നമുക്കിപ്പോഴും സ്പെഷ്യലായിട്ടുള്ളത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ ഫസ്റ്റ് വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയുമായി നമുക്ക് പിന്നെ കാണാം. ടാറ്റാ, ബൈ ബൈ.